ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ലോങ് വീക്കെൻഡൊക്കെ ആണല്ലോ, അപ്പോൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡേ മാത്രമേ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് എനിക്ക് ഒഴിവുണ്ടായിരുന്നുള്ളൂ. സാറ്റർഡേ ലീവ് എടുത്ത് മൊത്തത്തിൽ 3 ദിവസം ഒപ്പിച്ചിട്ടുള്ള പോക്കാണ് ഇത്. ഇത്തവണ ബസ്സിലാണ് നാട്ടിലേക്ക് പോണത്. ഇത് സിൽക്ക് ബോർഡ് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ അടുത്തിടെ ആയിട്ടാണ് യെല്ലോ മെട്രോ ലൈൻ ഓപ്പൺ ആയത്. നാട്ടിൽ പോയി തിരിച്ച് വന്ന ശേഷം ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. 20 മിനിറ്റ് ഡിലേ ആയിട്ടാണെങ്കിലും ബസ് എത്തിയിട്ടുണ്ട്. ഞാൻ പൊതുവേ ട്രെയിനിൽ പോകാൻ പ്രിഫർ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഇതിപ്പോൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ടിക്കറ്റ്സ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ സ്ലീപ്പർ ബസ്സിൽ ടിക്കറ്റ് കിട്ടിയപ്പോൾ അതെങ്കിൽ അതെന്ന് വിചാരിച്ച് ബുക്ക് ചെയ്തു. ഇപ്രാവശ്യം ആദ്യം കൊച്ചിയിലേക്കാണ് കേട്ടോ വന്നത്. 6:30 എത്തേണ്ട ബസ് നല്ലോണം ലേറ്റായിട്ട് 9 മണിക്കാണ് വൈറ്റിലെത്തിയത്. കൊച്ചിയിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഏട്ടന് ഫ്രണ്ട്സായിട്ടൊരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ ചെറിയ അനിയത്തി ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റോപ്പിൽ നിന്ന് 2.5 കിലോമീറ്ററുള്ള മേമയുടെ വീട്ടിലേക്ക് ഓട്ടോ ചേട്ടന്മാർ 200 രൂപയ്ക്കായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓല ഓട്ടോ നോക്കിയപ്പോൾ 80 to 90 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഓല ഓട്ടോ ബുക്ക് ചെയ്തു. അങ്ങനെ ഇതേ മേമയുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 3 വർഷമായിട്ടുണ്ടാവും ഞാൻ കൊച്ചിയിലേക്കൊക്കെ വന്നിട്ട്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സാധുവിന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ മേമയും പാപ്പനൊക്കെ അവിടെ പോയിരിക്കുകയാണേ. ഇതൊക്കെ സാധു ചെറുതായിരുന്നപ്പോഴുള്ള ഫോട്ടോസാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സെറ്റ് ഓഫ് ഫോട്ടോസാണിത്. ഇവിടുത്തെ ഒരു ചുമര് പോലും ഇടാതെ സാധു എല്ലായിടത്തും കുത്തി വരഞ്ഞിട്ടിട്ടുമുണ്ട്. ഇത് സാത്തുവിൻ്റെ സ്വന്തം ഫിഷ് ബൗളാണ്. എൻ്റെ അടുത്തുള്ളത് കണ്ടിട്ട് അതുപോലെ അവൾ വാങ്ങിയതാണ്. അതിലുള്ള മീൻ പോലും സെയിം ആണ്. ഈ ബൗൾ എൻ്റെ അടുത്തുള്ളതിനേക്കാളും വലുതാണ്. ഉള്ളിലൊരു ചെടിയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ള ആ ഏഞ്ചലിനെ ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ അവൾക്ക് കൊടുത്തതാണ്. ഞങ്ങളിവിടെ എത്തുന്ന ടൈമിൽ മേമയും പാപ്പനും വീട്ടിലുണ്ടാവില്ല എന്ന് അറിയണോണ്ട് എൻ്റെ മേമ ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് അക്കേനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സ്പെഷ്യലായിട്ട് പുട്ടും മുട്ടക്കറിയാണ് ഉള്ളത്. പുട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് അടിക്കാൻ. കൊച്ചിയിൽ നല്ല അടിപൊളി മഴയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും അപ്പോൾ പെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കിവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില ദിവസങ്ങൾ ഈവനിങ് സ്കൈ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. ഈ ബാൽക്കണിയിൽ പറ്റണ അത്രയും ചെടികൾ മേമ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മേമ അഗ്രികൾച്ചർ ഓഫീസറാണ്. മുരിങ്ങ, പച്ചമുളക്, നാരങ്ങ, തക്കാളി, കുരുമുളക്, പിന്നെയും വേറെ കുറേ എന്തൊക്കെയോ ഉണ്ട്. ഈ മൺചട്ടിയിലും മീനുണ്ട് കേട്ടോ. ഇത് ഗപ്പിയാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നണേ. ഇവരൊക്കെ സാത്തുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇവിടെ ഒരു ബെഡ്റൂം ബാൽക്കണി കൂടി ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിൽ മേമ കുറേ ഓർക്കിഡ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പണ്ടൊക്കെ സ്കൂൾ പൂട്ടിയ സമ്മർ വെക്കേഷന് ഞാനിവിടെ വരാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ UG എൻട്രൻസ് എക്സാം സെൻറ്ററും കൊച്ചിയായിരുന്നു. രാത്രിയായ എല്ലാ ദിവസവും എവിടുന്നെങ്കിലുമൊക്കെ പടക്കം പൊട്ടുന്നത് ഈ ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഷിപ്പ് യാർഡും കാണാം. എല്ലാം നോക്കി വന്നപ്പോൾ അതേ ഈ ഒരു ഓർക്കിഡിൽ മാത്രം പൂവ് ഉണ്ടായിട്ടുണ്ട്. വേറെ 1-2 എണ്ണത്തിൽ മൊട്ടിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ ആയിട്ടില്ല. ഈ ഓർക്കിഡിൽ ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിൽ ചെറിയ പൂവുള്ള വെറൈറ്റി ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് സാത്തുവിൻ്റെ സാമ്രാജ്യം. സ്കൂളിൽ പോണതിൻ്റെ മുന്നേ അത്യാവശ്യം നല്ല ഗുസ്തി കഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് എന്നാണ് എനിക്കിവിടെ കണ്ടിട്ട് മനസ്സിലായത്. അവളുടെ കുറച്ച് ആർട്ട് വർക്ക്സ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്തോരം കാര്യങ്ങളല്ലേ ചെയ്യാൻ അറിയണത്. ഒരുവിധം എല്ലാതും ഇപ്പോൾ സ്കൂളിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. ഒന്ന് ഫ്രഷ് ആവാൻ ഞാൻ റൂമിലേക്ക് വന്നു. ഈ റൂം ഇപ്പോൾ എൻ്റെ അനിയനാണ് കേട്ടോ യൂസ് ചെയ്യണത്. അവൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് അവൻ എൻ്റെ വളാഞ്ചേരി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ സൈഡിലും സാത്തുവിൻ്റെ കുറേ ടോയ്സ് ഉണ്ട്. അങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ട് കള്ളക്കുളി കഴിഞ്ഞിട്ട് ഞാൻ കാറ്റുവെള്ളം ബാൽക്കണിയിൽ വന്നിട്ടുണ്ടേ. ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് ഡൈനിങ് ടേബിളിൽ ഈ ഒരു ഔളേട്ടൻ്റെ കണ്ണിൽ പെട്ടത്. നോക്കുമ്പോൾ റബ്ബറും ഷാർപ്നറും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. ഇവളുടെ അടുത്ത് ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് എന്തായാലും ഉണ്ട് കേട്ടോ. സാത്തുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഏട്ടൻ്റെ വക 2 ഐറ്റംസ് സാത്തുവിന് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കിട്ടിയിട്ടുണ്ട്. സാത്തുവിനെ എപ്പോൾ കാണാൻ വരുമ്പോഴും ഞാൻ എന്തെങ്കിലും ചെറിയൊരു ഐറ്റം വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ട് മൂപ്പത്തിയേര് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കാറുള്ളത്. ഇന്നിപ്പോൾ അവളുടെ സ്കൂളിലെ പരിപാടി കഴിയാൻ ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ അവൾക്ക് ചുമ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഡോക്ടറെ ഒന്ന് കാണിക്കാനും ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അതുകൊണ്ട് പോസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ലോണം ലേറ്റ് ആവുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ എന്നോടും ഏട്ടനോട് റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞു പുറത്തേക്ക് പോകാൻ. അതാവുമ്പോൾ അവരിവിടെ താഴെ എത്തിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. വലിയ കാര്യമായിട്ട് റെഡി ആവാനൊന്നും എനിക്ക് ഏട്ടനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വിളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ താഴത്തേക്ക് പോകുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. സാത്തു സ്കൂൾ യൂണിഫോമിലായതുകൊണ്ട് എൻ്റെ അടുത്ത് അവളുടെ ഒരു ഡ്രസ്സ് കയ്യിൽ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും എടുത്തിട്ട് താഴെ പോയി. അവരെത്തിയപ്പോഴേക്ക് 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് പോയത്. ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കഴിക്കാനൊരു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ നല്ല വിശന്നാണ് എല്ലാവരും ഇരിക്കണത്.
സാത്തുവിനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ട്. ചുമയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ഷീണത്തിലാണ് പുള്ളിക്കാരി. പിന്നെ പുറത്തേക്ക് കറങ്ങാൻ പോകാമെന്ന് പറയുന്നത് അവൾക്ക് നല്ല ഇഷ്ടമാണ്. കഷ്ടപ്പെട്ട് മുടിയൊക്കെ കെട്ടാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുടി കിട്ടിത്തരട്ടെ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ലഞ്ച് കഴിക്കാൻ വന്നിട്ടുള്ളത് അലിബാബയിലേക്കാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇവരിവിടെ വരാറുമുണ്ട്. ലഞ്ച് ടൈം ഏകദേശം കഴിഞ്ഞുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അധികം ലേറ്റ് ആക്കാതെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സാത്തു ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടിട്ടേ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് അവൾ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടുന്നതും കാണാം. കണ്ടിരിക്കാൻ രസമാണ്, നല്ല നേരം പോക്കാണ്. ഈവനിങ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാൽ പഠിത്തവും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കിടക്കണതിൻ്റെ മുന്നേ എല്ലാവരെയും ഒന്ന് വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അവൾ എങ്ങനെയോ എൻ്റെ ഫോണിൽ ഒരു വട്ടം സ്നാപ്ചാറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ എപ്പോൾ വന്നാലും സ്നാപ്ചാറ്റിൽ ഫോട്ടോ എടുപ്പാണ് പണി. ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് ഞാനുള്ളപ്പോൾ മാത്രം അവളുടെ ഒരു പൂതിക്ക് സ്നാപ്ചാറ്റിൽ 1-2 ഫണ്ണി ഫിൽറ്റേഴ്സും ഫോട്ടോസും എടുക്കാൻ കൊടുക്കും. ഞങ്ങൾ ഇരിക്കണതിൻ്റെ നേരെ ബാക്കിലത്തെ ചെടിയിലൊരു കിളിക്കൂട് മേമ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. കുറേ ആൾക്കാരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് ഇവിടെ ഉണ്ട്. കൈ കഴുകാൻ പോയപ്പോൾ സാത്തും ഏട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവൾ സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമ കൈ കഴുകാൻ പോയപ്പോൾ പാപ്പൻ ഏട്ടൻ്റെ അടുത്ത് പോയി ഇരുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അടി ഉണ്ടാക്കി തെറ്റിയിരുന്നു. പിന്നെ പാപ്പൻ തിരിച്ച് അവളുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആൾ ഓക്കെ ആയി. ഓർഡർ ചെയ്ത സൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കൻ ക്ലിയർ സൂപ്പാണ് കേട്ടോ. ബ്രോക്കോളി, ക്യാരറ്റ്, മഷ്റൂം, ബീൻസ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ഉണ്ടായിരുന്നു. സൂപ്പ് കൂടാതെ അൽഫാം, ഗീ റൈസ്, മീൻ പൊള്ളിച്ചത്, മട്ടൺ റോസ്റ്റും കഴിച്ചു. ഫുഡൊന്നും വലിയ തിരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിശന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് കഴിച്ചു. ഫുഡടി കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ സൈഡിൽ വലിയൊരു ഫിഷ് ടാങ്ക് ശ്രദ്ധയിൽ പെട്ടത്. സാത്തുവിന് മീനിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കിയിരുന്നു ഞങ്ങളെല്ലാവരും. അലിബാബയിൽ പിള്ളേർക്ക് ഇതുപോലെ ഒരു മാസ്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഇവരെപ്പോൾ വരുമ്പോഴും ഇവിടെ നിന്ന് സാത്തുവിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട് പറഞ്ഞപ്പോൾ ഞാനും അവളെ അവിടെ നിർത്തി ഫോട്ടോ ആൻഡ് വീഡിയോ ഒക്കെ എടുത്തതാണ്. അലിബാബയുടെ തൊട്ടടുത്ത് തന്നെയാണ് പാം ട്രീ. മേമയ്ക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സാത്തുവിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ അത്. അവിടെ നിന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ അവിടെ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. കുറച്ച് നേരം അതും കണ്ടിരുന്നു ഞാൻ. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും അവർ ഫ്രീ ആയിട്ട് ഒരു മിഠായി ഒക്കെ തന്നു. സാത്തു നേരെ അവളുടെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്നോടും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അവൾക്ക് വാങ്ങി തരാനാണത്രേ. എനിക്കൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ അത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാനൊരു ജെല്ലി മാത്രം എടുത്തു. ലിച്ചി ഫ്ലേവറിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവളും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ അബ്രോഡിൽ നിന്ന് ആരെങ്കിലും വരാൻ വേണ്ടി കൊതി മൂത്ത് വെയിറ്റ് ചെയ്തിരിക്കും അവിടുത്തെ മിഠായിയൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഐറ്റംസും നാട്ടിൽ തന്നെ അവൈലബിൾ ആണെന്ന്. ഒന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമെങ്കിലും ചെയ്യാം. വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്ത് പോണതിൻ്റെ മുന്നേ സാത്തുവിന് ഞങ്ങൾ വാങ്ങിയ എല്ലാ ഐറ്റംസും ബെഡിൽ നിരത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അതാകുമ്പോൾ അവൾ വീട്ടിൽ വന്നത് കാണുമ്പോൾ ഹാപ്പി ആവുമല്ലോ. ഇതിൽ ഈ ക്ലേഡ് ഐറ്റമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായത്. അപ്പോൾ അതാദ്യം പൊട്ടിച്ചു കൊടുത്തു. പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. 4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീടെത്തിയപ്പോൾ. എനിക്ക് അധിക സമയം അവളുടെ കൂടെ കളിക്കാൻ കിട്ടില്ല. എന്നാലും ഉള്ള ടൈം ഞാൻ അവളുടെ ഒപ്പം തന്നെയായിരുന്നു. ഇത് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടേ. ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്ന് തന്നെ വളാഞ്ചേരിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും. എന്നെ മേമ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്നിട്ടുണ്ട്. സ്റ്റേഷനൊക്കെ അടുത്ത് തന്നെ ആയതുകൊണ്ട് സുഖമായിട്ട് എത്തി. പിന്നെ പൊതുവേ ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചധികം നേരത്തെ എല്ലായിടത്തും ഹാജരാകും. എനിക്ക് അപ്പോഴേ പീസ്ഫുൾ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ട്രെയിൻ കയറിയിട്ടുണ്ട്. 3-3.5 മണിക്കൂർ എടുക്കും കുറ്റിപ്പുറം എത്താൻ. നല്ല മഴയായിരുന്നു കേട്ടോ. അധികം ലേറ്റ് ആവാതെ ഓൾമോസ്റ്റ് ടൈമിന് തന്നെ കുറ്റിപ്പുറം എത്തി. എന്നെ പിക്ക് ചെയ്യാൻ അച്ഛനും അനിയനും വന്നിട്ടുണ്ട്. സ്റ്റേഷൻ്റെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വിളിച്ചാൽ മതി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ടയർഡാണ് കേട്ടോ. 2 ദിവസമായിട്ട് അടുപ്പിച്ച് ട്രാവൽ തന്നെ ആയിരുന്നല്ലോ. വീടെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് അടിച്ച് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീട്ടിലത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.